1940കളിൽ 3 വർഷമെടുത്ത് ഇത് പൂർത്തിയാക്കിയവരുടെ ദിശാബോധവും ഉൾക്കാഴ്ചയും മനുഷ്യത്വവും ഒരു സമഗ്രമായ ബോധവും ഒക്കെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ത്യ എന്ന ആശയത്തിന് നേരെ ഉയരുന്ന പലതരത്തിലുള്ള ഭീഷണികളെയും വെല്ലുവിളികളെയും ഒക്കെ നേരിടാനും അതിനെ അതിജീവിക്കാനും ആ ഭീഷണികളെ അതിജീവിക്കാനും ഇന്ത്യൻ ജനതയ്ക്ക് കരുത്ത് നൽകുന്നതും ഇന്ത്യയുടെ ഒരുപക്ഷെ ഏറ്റവും വിശുദ്ധ ഗ്രന്ഥം എന്ന് പോലും വിളിക്കാവുന്ന ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. മാധ്യമങ്ങൾ എന്നുള്ള ഒരു പ്രതിഭാസം ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായി നിലനിൽക്കണമെങ്കിൽ അതിന് കൃത്യമായ നിയതമായിട്ടുള്ള നിർവചിക്കപ്പെട്ട അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിയമപരമായി തന്നെ കൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ജനാധിപത്യത്തിൽ ഇന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യയുടെ ജനാധിപത്യമാണ്. ആർട്ടിക്കിൾ 19(1) എന്ന് വിളിക്കുന്ന ആ വകുപ്പ് ആണ് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പ്. അത് ആ 1ാം ഭേദഗതിയാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തനത്തിന് മാധ്യമ സ്വാതന്ത്ര്യത്തിനും ഏർപ്പെടുത്തിയ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തടസ്സം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2 മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ മാധ്യമങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ 1ാം ഭേദഗതിയിലേക്ക് എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വർഷമാണ് ഇത്. ലോകത്ത് തന്നെ ഉള്ള ഭരണഘടനകൾ, പ്രത്യേകിച്ച് ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായത് മാത്രമല്ല, ഒരുപക്ഷെ ഏറ്റവും സമഗ്രവും സർവാശ്ലേഷിയുമായ ഒരു രേഖയാണ്, ഒരു മനുഷ്യാവകാശ രേഖയാണ് ഇന്ത്യയുടെ ഭരണഘടന. വാസ്തവത്തിൽ അത് തയ്യാറാക്കിയവരുടെ 1940കളിൽ 3 വർഷമെടുത്ത് ഇത് പൂർത്തിയാക്കിയവരുടെ ദിശാബോധവും ഉൾക്കാഴ്ചയും മനുഷ്യത്വവും ഒരു സമഗ്രമായ ബോധവും ഒക്കെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. പുതിയതായി ജന്മം കൊണ്ട ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്താകണം, വർത്തമാനം എന്താകണം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഇത്രയും വൈവിധ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ശക്തി, ആ വൈവിധ്യം തന്നെയാണ്, ആ വൈവിധ്യത്തിലെ ഏകത്വമാണ് എന്ന് ക്രാന്തദർശിത്വത്തോടെ തന്നെ തിരിച്ചറിയുകയും അത് രേഖപ്പെടുത്തുകയും അത് നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത് തലമുറകൾക്ക്, കാരണം 50കൾക്ക് ശേഷം തലമുറകൾ പല തലമുറകൾ കടന്നു കഴിഞ്ഞു. എന്നിട്ടും ഇന്ന് മാത്രമല്ല, ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാവുന്ന തരത്തിലുള്ള ഒരു ഭാവി കാലത്തേക്ക് പോലും പ്രസക്തമായ പ്രാധാന്യമേറിയ ഒരു രേഖയായി ഇത് നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ സമഗ്രമായിട്ടുള്ള സർവാശ്ലേഷിയായിട്ടുള്ള ലോകവീക്ഷണവും ഉൾക്കാഴ്ചയും തന്നെയാണ് അതിൻ്റെ കരുത്ത്. അതിന് ഇന്ത്യൻ സമൂഹത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ വിഭാഗങ്ങളുടെയും, രാഷ്ട്രീയവും സാമൂഹ്യവും ലിംഗപരവുമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യമുള്ള വ്യക്തികളുടെ, മഹാവ്യക്തികളുടെ കൂട്ടായ ശ്രമവും സംഭാവനയും ആ ഭരണഘടനയുടെ സാക്ഷാത്കാരത്തിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അങ്ങേയറ്റം പ്രതീക്ഷ നിർഭരമായ കാര്യമാണ്. ഇന്നും ഇന്ത്യയുടെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളെയും ആശയാഭിലാഷങ്ങളെയും മൂല്യബോധത്തെയും ഒക്കെ ഇന്നും കരുപ്പിടിപ്പിക്കുന്നതും അതിന് ഇന്നും പ്രസക്തി നൽകുന്നത്, ഇന്നും അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ജീവിതത്തിൻ്റെ, ഇന്ത്യ എന്ന ആശയത്തിന് നേരെ ഉയരുന്ന പലതരത്തിലുള്ള ഭീഷണികളെയും വെല്ലുവിളികളെയും ഒക്കെ നേരിടാനും
അതിനെ അതിജീവിക്കാൻ, ആ ഭീഷണികളെ അതിജീവിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കരുത്ത് നൽകുന്നതും ഇന്ത്യയുടെ ഒരുപക്ഷെ ഏറ്റവും വിശുദ്ധ ഗ്രന്ഥം എന്ന് പോലും വിളിക്കാവുന്ന ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, മനുഷ്യ സ്വാതന്ത്ര്യവുമായിട്ട് അതിന് അഭേദ്യമായ ബന്ധമുണ്ട്. അതേസമയത്ത് ഒരു ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ എന്നുള്ള ഒരു പ്രതിഭാസം ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായി നിലനിൽക്കണമെങ്കിൽ അതിന് കൃത്യമായ നിയതമായിട്ടുള്ള നിർവചിക്കപ്പെട്ട അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിയമപരമായി തന്നെ കൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ പൗരന്മാരുടെ സ്വാതന്ത്ര്യം, മൗലികമായിട്ടുള്ള അവകാശങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് ജനാധിപത്യത്തിൻ്റെ ആധാരമാണ് മനുഷ്യരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, വൈവിധ്യമുള്ള ഒരുപക്ഷെ എല്ലാ പക്ഷങ്ങളുടെയും ബഹുസ്വരതയെ ആവിഷ്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു 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 അധികാര അല്ലെങ്കിൽ അവകാശ രേഖ ആവശ്യമാണ്. നിയമങ്ങൾ കൊണ്ടും ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടനാദത്തമായ അവകാശങ്ങൾ കൊണ്ടും അതിനെ സംരക്ഷിക്കേണ്ടതും വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യത്തിൽ ഇന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യയുടെ ജനാധിപത്യമാണ്. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ, വക്കത്ത് കാണുന്ന രാജ്യങ്ങളിൽ ഏറെയും ഒരു ദീർഘകാലമായിട്ട് തന്നെ ജനാധിപത്യത്തിനോട് വഴി പിരിഞ്ഞ ഒരു ചരിത്രമാണുള്ളത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അടിയന്തരാവസ്ഥയുടെ 21 മാസങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് എല്ലാ കൊടുങ്കാറ്റിലും, ഏതൊരു കൊടുങ്കാറ്റിലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. അതിന് ഈ ഭരണഘടന നൽകിയ സംരക്ഷണം, അതിൻ്റെ ഉറപ്പ് വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ ഇന്നും 5-5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും ഒരുപക്ഷെ സർവാധികാരികൾ എന്ന് വിളിച്ചിരുന്ന, സമഗ്രാധികാരികൾ എന്ന് വിളിച്ചിരുന്ന സർക്കാരുകളെപ്പോലും ജനഹിതമനുസരിച്ച് മാറ്റാനും മറ്റൊരു അധികാര വ്യവസ്ഥയെ രൂപം കൊള്ളിക്കാനും ഒക്കെ വഴിയൊരുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ, അത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇത്രയും വൈവിധ്യങ്ങളുള്ള, ഇത്രയും എന്താ പറയുക, ഒരു അടിസ്ഥാനപരമായി തന്നെയുള്ള ഭിന്നതകളുള്ള ഒരു സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ലോക ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ പലർക്കും ഒരു വിസ്മയമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അത് നടക്കും എന്ന് പോലും ആരും കരുതിയിരുന്നില്ല. പക്ഷേ ഈ വർഷങ്ങളിലെല്ലാം തിരിച്ചടികളും പിന്നോട്ടടികളുമൊക്കെ ഉണ്ടായെങ്കിലും ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അസാമാന്യമായ അമ്പരപ്പിക്കുന്ന അധ്യായം തന്നെയാണെന്നുള്ള സംശയമൊന്നുമില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ മാത്രമല്ല, ഇന്നും നിരക്ഷരതയും ജാതിമത വ്യത്യാസങ്ങളും പ്രാദേശിക വ്യത്യാസങ്ങളും ഭാഷാപരമായ വ്യത്യാസങ്ങളും വർഗവ്യത്യാസങ്ങളും ലിംഗവ്യത്യാസങ്ങളും ഒക്കെ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ജനാധിപത്യം എന്ന ആധുനിക വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ ഇന്ത്യയിൽ കഴിയുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനകരമാണ്. അതിന് സഹായമേകുന്ന ഭരണഘടനയ്ക്കും വളരെയധികം വലിയ സംഭാവന അതിലുണ്ട്. ഇനി മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി മാത്രം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ആർട്ടിക്കിൾ 19(1) എന്ന് വിളിക്കുന്ന ആ വകുപ്പ് ആണ് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പ്. അത് മൗലികാവകാശമാണ്. ഇന്ത്യൻ ജനതയ്ക്ക്, ഇന്ത്യയിലെ പൗരർക്ക് നൽകുന്ന മൗലികാവകാശത്തിലൊന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം. അതാണ് ഇന്ത്യൻ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ആധാരം. തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 19(1) പ്രത്യേകത, ആർട്ടിക്കിൾ 19(2) അതിൻ്റെ നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇതിൻ്റെ ചില ചില പരിമിതികൾ ഭരണഘടന തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില സവിശേഷമായുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നത് എന്നുള്ളതിനെ ആണ് അതിൽ കുറിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകുന്ന മറ്റൊരു
പ്രധാനപ്പെട്ട അവകാശമാണ്. നിയമസഭകളിലോ പാർലമെൻറ്റിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നടത്തുന്ന റിപ്പോർട്ടുകൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്ന 361 വകുപ്പ്. അതും വളരെ സുപ്രധാനമാണ്. ഇത് രണ്ടും ഭരണഘടനയുടെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് ചില പോരായ്മകൾ, ദൗർബല്യങ്ങൾ എന്നിവയും നമ്മുടെ ഭരണഘടന പ്രത്യേകിച്ച് മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ ഭേദഗതിയാണ്. അതെന്താണ് എന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നും വേണ്ടത്ര ന്യായീകരണമില്ലാത്ത ഒരു വകുപ്പാണ് അത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് അതിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ചില വിലക്കുകൾ, അതിൻ്റെ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്കൻ ഭരണഘടന ലോകത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ജനാധിപത്യ, അല്ലെങ്കിൽ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥ എന്ന് വിളിക്കുന്ന അമേരിക്കയിലെ ഭരണഘടനയിൽ അതിൻ്റെ ഒന്നാം ഭേദഗതി മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ഉറപ്പ് നൽകുന്ന ഒന്നാണ്. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഒരു അവസരത്തിലും ഏതൊരു സാഹചര്യത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക്, ഭരണ വ്യവസ്ഥകൾക്ക് അധികാരം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് പ്രശസ്തമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള അമേരിക്കൻ ഭരണഘടനയിലെ ഒന്നാം ഭേദഗതി, അല്ലെങ്കിൽ ഫസ്റ്റ് അമെൻമെൻറ്റ്. എന്നാൽ ഒരുപക്ഷെ അതിൻ്റെ നേരെ വിപരീതമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഒന്നാം ഭേദഗതി. ആ ഒന്നാം ഭേദഗതിയാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തനത്തിന്, മാധ്യമ സ്വാതന്ത്ര്യത്തിനും ഏർപ്പെടുത്തിയ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തടസ്സം. അതിൻ്റെ പിന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ആധുനിക ഇന്ത്യയുടെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ മാത്രമല്ല, മനുഷ്യാവകാശത്തിൻ്റെയും ആധുനികതയുടെയും ഒക്കെ ഏറ്റവും വലിയ അപ്പോസ്തലൻ എന്ന് വിളിക്കാവുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെയാണ് അതിന് കാരണമായത് എന്നുള്ളത് വാസ്തവത്തിൽ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിരോധാഭാസമാണ്. അതിന് പ്രധാനമായി കാരണമായത് 1950 ഇത് ഈ 50-ലോ ആണ് ഈ ഒന്നാം ഭേദഗതി ഭരണഘടനയ്ക്ക് കൊണ്ടുവന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാലമാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യാൻ മനുഷ്യ അവകാശങ്ങൾ, അതായത് ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങളെപ്പോലും തമസ്കരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യണം എന്നുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒരാഗ്രഹമാണ് അതിനേക്ക് വഴിതെളിച്ചത്. സേലം ജയിലിൽ നടന്ന കുപ്രസിദ്ധമായ വെടിവെപ്പിൽ, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഉണ്ടായ വെടിവെപ്പിൽ അന്ന് 22 പേരാണ് മരിച്ചത്. ആ കുപ്രസിദ്ധമായ സേലം വെടിവെപ്പിൽ ആ 22 പേരിൽ 19 പേരും മലയാളികളായിരുന്നു എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ആ കുപ്രസിദ്ധമായ അഭീകരമായിട്ടുള്ള വെടിവെപ്പിൽ മരണമടഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്കെതിരെ ഉണ്ടായ ആ അടിച്ചമർത്തലിനെതിരായുമൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അങ്ങനെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അതിനൊരു കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് സായുധ വിപ്ലവത്തിന് പ്രതിജ്ഞയെടുത്തിരുന്ന ഒരു കാലമാണ്. പലയിടത്തും ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരങ്ങളും സായുധമായിട്ടുള്ള കലാപങ്ങളും ഒക്കെ ആലോചിച്ചിരുന്നൊരു കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അടിച്ചമർത്തുക എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ട് ഈ ഒന്നാം ഭേദഗതിയെ ഉപയോഗിച്ചു എന്നുള്ളത് ഒരു വളരെ വലിയ തർക്ക വിഷയമായ ഒരു കാര്യമാണ് അന്ന് തന്നെ. അപ്പോൾ അന്ന് അതിലേറ്റവും പ്രധാനമായി അത് ഉപയോഗിച്ചത് പബ്ലിക് അൺട്രസ്റ്റ്, പൊതു സ്ഥലത്ത് ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവെക്കുന്ന തരത്തിൽ ഈ മനുഷ്യാവകാശം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കപ്പെടുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഭരണഘടനയിൽ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, ഒരു ഭേദഗതിയാണിത്. അതിനെപ്പറ്റി ഏറ്റവും പ്രധാനമായി വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, അന്ന് ഹിന്ദു
സംഘടനയായ RSSനെ പോലെയുള്ള അതും നിരോധിക്കപ്പെട്ട കാലമാണ്. ഗാന്ധിവധത്തിന് പിന്നാലെയുള്ള സമയമാണ്. അപ്പോൾ ഇവ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ, മാധ്യമങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ ഒന്നാം ഭേദഗതിയിലേക്ക് എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന രമേഷ് താപ്പർ എന്ന പ്രശസ്തനായ പത്രാധിപർ നടത്തിയിരുന്ന ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം, മറുവശത്ത് RSSൻ്റെ പ്രസിദ്ധീകരണമായിരുന്ന ഓർഗനൈസർ. ഇവ രണ്ടും പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ മഹാരാഷ്ട്രയിൽ ഓർഗനൈസറിനെതിരായും മദ്രാസിൽ, അന്നത്തെ മദുരാശി ഇന്നത്തെ തമിഴ്നാട്, മദുരാശിയിൽ രാജഗോപാലാചാരി സർക്കാരും തീരുമാനമെടുത്തു. ക്രോസ് റൂട്ട്സിൻ്റെ പ്രസിദ്ധീകരണം തടയാൻ മദ്രാസിലും ഓർഗനൈസറിൻ്റെ പ്രസിദ്ധീകരണം തടയാൻ മഹാരാഷ്ട്രയിലും. അന്ന് കോടതി തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഉള്ള ഈ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് അന്നത്തെ സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ടായത്. അത് ഭരണകൂടത്തിന് അനുകൂലമായിട്ട്. തീർച്ചയായിട്ടും അതിൽ ഫസൽ അലി എന്ന് പറയുന്ന ജഡ്ജി അതിനെതിരായിട്ടുള്ള വിമത അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമപരമായി അതിന് ഒരു സാധുത, കാരണം ആ അടിച്ചമർത്തലിന്, ആ പ്രസിദ്ധീകരണത്തെ തടയാൻ വേണ്ടി ഭരണഘടനയുമായി അതിനൊരു വൈരുദ്ധ്യം, ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന 19(1) വകുപ്പ് അനുസരിച്ച് നൽകിയിരിക്കുന്ന അവകാശത്തിൻ്റെ വിരുദ്ധമാണ് ആ പ്രസിദ്ധീകരണങ്ങളെ തടയുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഉയർന്നു വന്നു. അന്ന് പാർലമെൻറ്റിൽ അതിശക്തമായ ചർച്ചകൾ ഉണ്ടാവുകയും അന്ന് ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളെ തടയേണ്ടത് ആവശ്യമാണ് എന്ന ഒരു ജനാധിപത്യ വിരുദ്ധ എന്ന് കരുതാവുന്ന ഒരു തീരുമാനത്തിലാണ് ഇന്ത്യൻ ഭരണകൂടം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രണേതാവെന്ന് കരുതപ്പെടുന്ന അദ്ദേഹം തന്നെ തീരുമാനിച്ചത് വാസ്തവത്തിൽ അന്നത്തെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒരേ സമയം വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും അടിച്ചമർത്തുക, അവരുടെ അഭിപ്രായങ്ങൾ തടസ്സപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. കാരണം ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിട്ടുള്ള, ഇന്ത്യയുടെ പുതിയ ഭരണകൂടത്തിനെതിരെ, പുതിയ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരായിട്ട് രണ്ട് തീവ്രപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന എതിർപ്പുകളെ മറികടക്കുക എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുൻനിർത്തിയതെങ്കിലും അന്ന് അത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം ആയി ആ ഭേദഗതി മാറുകയാണ് ഉണ്ടായത്. മൂന്ന് ദിവസത്തോളം അതിശക്തമായ തർക്കങ്ങൾ. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭേദഗതി പ്രധാനമന്ത്രി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. 1950 നവംബറിൽ അദ്ദേഹം തന്നെയാണ് ഈ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അന്ന് അതിശക്തമായ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു പാർലമെൻറ്റ്. അത് വലതുപക്ഷത്തു നിന്നും സോഷ്യലിസ്റ്റ് പക്ഷത്തു നിന്നും ഒരുപോലെ അതിനെതിരായ അതിശക്തമായ നിലപാടുകൾ ഉയർന്നു വന്നു. സോഷ്യലിസ്റ്റ് പക്ഷത്തു നിന്ന് ഈ ഭേദഗതി, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഈ ഭേദഗതി മനുഷ്യാവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും എതിരാണെന്ന് അതിശക്തമായ വാദം ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനി സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജയപ്രകാശ് നാരായണനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം JB കൃപലാനി തുടങ്ങിയവർ. മറുപക്ഷത്ത് വലതുപക്ഷത്ത് ഈ ഭേദഗതിക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ജനസംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം ആദ്യത്തെ സർക്കാരിൽ മന്ത്രിയായിരുന്നു കുറച്ചു കാലം. അപ്പോൾ ഇങ്ങനെ രണ്ട് പക്ഷത്തു നിന്നും അതിശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഈ ഒന്നാം ഭേദഗതി. അതിനെപ്പറ്റി വളരെ പ്രശസ്തമായൊരു പുസ്തകം അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. ത്രിപുരമദൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹമാണത് രചിച്ചത്. 60 Stormy Hours എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ പുസ്തകത്തിൽ ആ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ നടന്ന ഓരോ നിമിഷവും നടന്ന അതിശക്തമായ വാദപ്രതിവാദങ്ങളെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷമുള്ള സ്ഥിതിക്ക്, സർക്കാരിന് ഭൂരിപക്ഷമുണ്ടായിരുന്ന സ്ഥിതിക്ക് പാർലമെൻറ്റിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭേദഗതി സ്വീകരിക്കുകയും ആ ഭേദഗതി നിലവിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി പറയുമ്പോൾ
തീർച്ചയായിട്ടും അതിൻ്റെ ശക്തിയും അത് മനുഷ്യാവകാശത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും നൽകുന്ന സംരക്ഷണവും പറയുമ്പോൾ തന്നെ പറയേണ്ട മറ്റൊന്നാണ് അതിൻ്റെ ഒന്നാം ഭേദഗതിയിലൂടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ആ നിയമം പലപ്പോഴും പിന്നീട് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ഭരണകൂടത്തിനും വേണമെങ്കിൽ പബ്ലിക് അൺറസ്റ്റ് എന്നുള്ളതിൻ്റെ പേരിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള അവകാശവും അധികാരവും നൽകുന്നത് ഇന്നും ഈ ഭരണഘടനയിലുണ്ട്. പ്രത്യേകിച്ച് ആ ഒന്നാം ഭേദഗതിയിൽ ഈ ഒന്നാം ഭേദഗതി ജവഹർലാൽ നെഹ്റു കൊണ്ടുവരുമ്പോൾ കുറേ വളരെ പുരോഗമനപരം എന്ന് വിളിക്കാവുന്ന ചില തീരുമാനങ്ങളോട് കൂടിയാണ് ഇതും വന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സവിശേഷമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ രീതികളുമാണ്. അതിലൂടെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം ഉറപ്പിച്ചത്. അതിലൂടെയാണ് ഭൂപരിഷ്കരണം എന്നുള്ളത് ഈ ജന്മികൾക്കും മറ്റും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അതിനെ 9ാം ഷെഡ്യൂളിൽ കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടായത്, സംവരണം ഏർപ്പെടുത്തിയത്, ദേശീയ പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നത്, സ്വകാര്യ സ്ഥാപനങ്ങളെ ദേശസാൽക്കരിക്കാൻ അധികാരം നൽകുന്നത്, ഇതെല്ലാം വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അതിലൊരു സാമൂഹ്യ പുരോഗതിയുടെയൊക്കെ ഭാഗമുണ്ട്. ചില പ്രധാനപ്പെട്ട വശങ്ങൾ അതിലുണ്ടെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെ ഭരണകൂടം നടത്തുന്ന കടന്നുകയറ്റത്തിന് ഭരണഘടനയിലൂടെ സാധൂകരണം നൽകാൻ ആണ് ഇത് വഴിവെച്ചത് എന്നുള്ളതുകൊണ്ട് ഈ ഒന്നാം ഭേദഗതി അതിൻ്റെ ചില സാമൂഹ്യ പുരോഗതിയുടെയും സാമൂഹ്യ നീതിയുടെയും വശങ്ങൾ അതിൽ പ്രധാനമായിട്ട് ഉണ്ടെങ്കിൽ പോലും അത് ഇന്ത്യയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ ഭരണകൂടത്തിന് ചില അവകാശങ്ങളും മറ്റും നൽകുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ഈ സർക്കാരിൻ്റെ ഭരണകൂട തീരുമാനങ്ങളെ കോടതികളിൽ വെല്ലുവിളിക്കാൻ അധികാരമില്ല. അധികാരം റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് അതിലുണ്ടായത്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ, എസെൻഷ്യൽ ക്യാരക്ടർ, അടിസ്ഥാന സ്വഭാവത്തിനെതിരെ ഭരണകൂടത്തിന് കടന്നു കയറാൻ അവകാശം ഇല്ല എന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കേശവാനന്ദ ഭാരതി കേസിലും മറ്റും സുപ്രീം കോടതി തീരുമാനമുണ്ടാക്കുന്നത്. അത് അങ്ങനെ തീരുമാനമുണ്ടായെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യാവകാശപരമായിട്ടുള്ള വശത്തിൻ്റെ നേരെ വീണ ആദ്യത്തെ കരുനിഴലായി മാത്രമേ ആ ഒന്നാം ഭേദഗതി കാണാൻ പറ്റൂ. സെഡിഷൻ പോലെയുള്ള രാജ്യദ്രോഹം എന്ന കൊളോണിയൽ കാലത്തെ, അതായത് ബ്രിട്ടീഷുകാർ അടിമ സമൂഹത്തിനെ ഭരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ദേശദ്രോഹ നിയമം എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമം ഈ സമീപകാലം വരെ ഇന്ത്യയിൽ തുടരുന്നതിന് ഒരു പ്രധാനപ്പെട്ട സഹായം ഈ ഒന്നാം ഭേദഗതിയിലൂടെ ഉണ്ടായി എന്നുള്ളതും വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയും വിശകലനം ചെയ്യുമ്പോൾ ഒരു വിശുദ്ധ പുസ്തകം മാത്രമായിട്ട് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത പുസ്തകം ആണെന്നുള്ള മട്ടിലല്ല, അതിനെ നമ്മുടെ ജീവിതത്തെ കാലോചിതമായി പരിഷ്കരിക്കാനും നമ്മുടെ മാറുന്ന സമൂഹത്തിൻ്റെ മൂല്യ പ്രമാണങ്ങളെയും ആശയഗതികളെയും ഒക്കെ കാലത്തിനൊത്തം പരിഷ്കരിക്കാൻ കഴിയുന്ന ഒന്നായി മാത്രമാണ് കാണേണ്ടത് എന്ന് പറയുമ്പോഴും അതിൻ്റെ അടിസ്ഥാന സ്വഭാവം, മനുഷ്യാവകാശം, ഇങ്ങനെയുള്ള വളരെ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. ഇതൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി ഇന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യയിലെ പൗരാവകാശത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും ഏറ്റവും വലിയ സംരക്ഷണ കവചമായി ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ള സത്യവും നമുക്ക് കാണാതിരുന്നുകൂടാ.